ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. FRR കിച്ചണിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മൾ ഇന്ന് നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ബ്രോക്കൺ വീറ്റ് അഥവാ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം നന്നായിട്ട് ചൂടാക്കി എടുക്കണേ, നല്ല രീതിയിൽ ചൂടാക്കണം. അപ്പോൾ അത് നമുക്ക് നല്ലതായിട്ട് വറുത്തെടുക്കൊണ്ട് വരാം. ഈ പരുവത്തിൽ വേണം നമ്മൾ ഇത് വറുത്തെടുക്കാൻ. കണ്ടോ, നമ്മൾ ഒരു 2-3 എടുത്തിട്ട് വായിലോട്ടിട്ടൊന്ന് കടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നല്ല നമ്മൾ അരി വറുക്കുമ്പം കടിച്ച് പൊട്ടത്തില്ലേ, അതുപോലത്തെ പരുവാക്കി എടുക്കണേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുവാണേ. നമുക്കിത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേണേലും ഉണ്ടാക്കാം. പക്ഷേ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് ഒന്നിനോടൊന്ന് തൊടാതിരിക്കും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. മറ്റേതൊരു എല്ലാം കൂടെ പരുവത്തിലൊക്കെ ഇരിക്കും ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ചീനിച്ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു 4-5 സ്പൂൺ എണ്ണ വേണം കേട്ടോ, അതൊഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് പൊട്ടുന്ന സമയം കൊണ്ടാണ്. അപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഗീ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്, സ്വല്പം. അതൊരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ സ്വല്പം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, മുളക്, വറ്റൽ മുളക്, സവാള കൊത്തി അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞാണ്, അതും കൂടി ഇട്ട് കൊടുത്താൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് നല്ല രീതിയിൽ തന്നെ വഴറ്റാം. ഇതാ നമ്മുടെ ഇത് ഇട്ട് കൊടുത്ത സാധനങ്ങളൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതാണ്ടോ കണ്ടോ, ഇതൊരു മുക്കാൽ വേവ് ഇപ്പം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇതാണ്ടോ, ഇങ്ങനെ വേകണം കേട്ടോ. വെന്തതിന് ശേഷമാണ് നമ്മളിനി അടുത്ത മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിൻ്റെ ആ പച്ചമണം മാറാനായിട്ടേ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണം വരും, അതൊന്ന് മാറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാമേ. നമുക്ക് ഈ ഗീ ഇടണമെന്ന് പ്രത്യേക നിർബന്ധമൊന്നുമില്ല. ഗീ ഉള്ളവരിട്ടാൽ മതി, ഇല്ലാത്തവർ ഇടണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് നുറുക്കോതമ്പല എടുത്തത്. അപ്പോൾ ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഫ്ലെയിമൊക്കെ ഇച്ചിരി ഉയർന്നിരുന്നോട്ടെ. അപ്പോൾ ഒരു ഗ്ലാസ് നമ്മൾ ഒഴിച്ചു, രണ്ടാമത്തെ ഗ്ലാസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു 1/2 ഗ്ലാസ് കൂടെ മതി. 1/2 ഗ്ലാസ് കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ വെള്ളം നല്ലതായിട്ട് വെട്ടി തിളക്കണം. അപ്പോൾ വെട്ടി തിളക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വെട്ടി തിളച്ചോട്ടെ വെള്ളം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ അത് നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് കണ്ടോ. ഇനിയാണ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ബ്രോക്കൺ വീറ്റ് ഇട്ട് കൊടുക്കുന്നത്, നുറുക്ക് ഗോതമ്പ്. അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണേ, നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഇവിടെ ഇരുന്ന് ഒന്നുകൂടെ വേഗണം, നല്ലതായിട്ട് വെന്തോട്ടെ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. കാരണം നമ്മുടെ ഈ ഗോതമ്പുണ്ടല്ലോ വെള്ളമൊക്കെ വലിച്ചു കുടിക്കുന്ന സാധനമാണ്. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി അവിടെ ഇരുന്ന് വെന്തോട്ടെ. ഇപ്പോൾ ഒരു 8-9 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ. ഒന്നുകൂടെ തുറന്ന് നോക്കാം. ഇതുണ്ടോ, വെള്ളമുണ്ട്. ഇനി ഇതിൽ വെള്ളമുണ്ട് കുറച്ച്. അപ്പോൾ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. കണ്ടോ, വെള്ളമൊക്കെ ഏകദേശം പറ്റിയിട്ടുണ്ട്, എന്നാലും ഉണ്ട് കുറച്ച്. ഇങ്ങനത്തെ ഇത് കൊണ്ട് വേണം നമ്മളിത് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇതിനെന്താ പറയുന്നത്, ചട്ടുകം. ഈ ചട്ടുകം വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. കണ്ടോ, ഇനി നമുക്കിത് ഒന്നുകൂടെ മൂടി വെക്കണം. ഏകദേശം ഒരു 10-11-12 മിനിറ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ വേവ്.
കാരണം ഇത് ഗോതമ്പല്ലേ, അപ്പോൾ അതിന് നല്ല വേവുണ്ട്. ഇതാ ആവിയിൽ വെച്ച് വേവിക്കണം. ഇനി ഏറ്റവും ലോ ഫ്ലെയിമാണ് വെച്ചേക്കുന്നത്. അവിടെ ഇരുന്ന് വേകട്ടെ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തോർത്തിയെടുക്കണം. ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി 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 തോർത്തിയെടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. ചട്ടുകമാണ് ഏറ്റവും നല്ലത്. അതിന് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്ത് ഇനി തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കണം. ഇനി കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നേലൊന്ന് തൊടാതിരിക്കും നമ്മുടെ ഈ ഉപ്പുമാവ്. അതിനാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തുറന്ന് വെച്ച് ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ ചെയ്യാം. നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. കണ്ടോ, അപ്പം നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കേട്ടോ, ഇത് തണുത്ത് കഴിഞ്ഞുണ്ടല്ലോ സൂപ്പറായിരിക്കും. എനിക്ക് തണുത്ത് കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ഇത് തണുത്ത ഇത് എന്ത് വേണമെങ്കിലും, ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇറച്ചിക്കറിയോ മീൻ കറിയോ എന്ത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇതാണ്ട സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മല്ലിയില ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ മല്ലിയിലയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, സെർവ് ചെയ്യാം. നമുക്കിനി ഉപ്പുമാവ് കണ്ടോ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ സെർവ് ചെയ്ത് കൊടുക്കുവാണേ. കണ്ടോ, അടിപൊളിയല്ലേ ഉപ്പുമാവ്? കട്ട പിടിച്ചിട്ടൊന്നുമില്ല, നല്ല റെഡി ആയിട്ടുണ്ട്. വിളമ്പി കൊടുക്കാം നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. പക്ഷെ ഞങ്ങളിന്ന് പഴത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.